കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി അർണബ് ഗോസ്വാമിക്ക് എന്ത് പറ്റിയെന്ന് മനസ്സിലാവുന്നില്ല. ബിജെപിയെയും മോദി സർക്കാരിനെയും അഹോരാത്രം പുകഴ്ത്തുന്ന, സർക്കാരിനെ എതിർക്കുന്നവരെ രാജ്യദ്രോഹികൾ എന്ന് വിളിച്ച് ആക്ഷേപിച്ച അർണബ് ഇപ്പോൾ അതേ സർക്കാരിനെ തന്നെ തിരിഞ്ഞുകൊത്തുകയാണ്. സത്യം പറഞ്ഞാൽ കേന്ദ്ര സർക്കാരിനെതിരെ അർണബ് ആക്രോശിക്കുന്നത് കാണുമ്പോൾ രാജ്യം അക്ഷരാർത്ഥത്തിൽ അമ്പരപ്പിലാണ്. ദ നേഷൻ വാണ്ട്സ് ടു നോ എന്ന് ആക്രോശിച്ച് പ്രതിപക്ഷത്തെ എപ്പോഴും പ്രതികൂട്ടിലാക്കിയിരുന്ന അർണബ് ഇപ്പോൾ തന്റെ തോക്ക് സ്വന്തം പാളയത്തിന് നേരെ തിരിച്ചിരിക്കുകയാണ്. മുസ്ലിം വിരുദ്ധതയും കോൺഗ്രസ് വിരുദ്ധതയും വിറ്റ് റേറ്റിംഗ് ഉണ്ടാക്കിയ അർണബ് പെട്ടെന്നൊരു ദിവസം ജനാധിപത്യവാദിയായി മാറിയതാണോ, അതോ ഇതിനു പിന്നിൽ മറ്റു ചില കള്ളക്കളികൾ ഉണ്ടോ എന്നതാണ് രാജ്യം ഇപ്പോൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. മാധ്യമ രാഷ്ട്രീയ നിരീക്ഷകർ ഈ കൂടുമാറ്റത്തിന് പിന്നിൽ പ്രധാനപ്പെട്ടതും രഹസ്യവുമായ 4 അജണ്ടകളാണ് കാണുന്നത്. ഈ നിലപാട് മാറ്റത്തിന് പിന്നിലെ ഒന്നാമത്തെ കാരണമായി പറയപ്പെടുന്നത് കേവലം ഒരു ബിസിനസ് തന്ത്രമാണെന്നാണ്. അദാനി ഗ്രൂപ്പ് NDTV ഏറ്റെടുത്തതോടെയാണ് അർണബിന്റെ റിപ്പബ്ലിക് ടിവിയുടെ ഡിമാൻഡ് തകർന്നത്. BJP അനുകൂല മാധ്യമങ്ങൾക്കിടയിൽ കുത്തക കൈയടക്കി വെച്ചിരുന്ന അർണബിന് അദാനി വന്നതോടെ 1ാം സ്ഥാനത്ത് നിന്നും 4ാം സ്ഥാനത്തേക്ക് കൂപ്പുകുത്തേണ്ടി വന്നു. അദാനിയെ പോലെ ഒരു വമ്പനോട് നേരിട്ട് ഏറ്റുമുട്ടാൻ കഴിയില്ലെന്ന് ബോധ്യപ്പെട്ട അർണബ് തന്റെ ചാനലിന് പുതിയൊരു സ്പേസ് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ്. BJP ഭക്തരായ പ്രേക്ഷകരെല്ലാം NDTVയിലേക്ക് ചേക്കേറിയപ്പോൾ നിഷ്പക്ഷരായ പ്രേക്ഷകരെ പിടിക്കാൻ ഗവൺമെന്റ് വിരുദ്ധ നിലപാട് എന്ന മുഖംമൂടി അണിയാൻ അദ്ദേഹം നിർബന്ധിതനായിരിക്കുകയാണ്. രണ്ടാമത്തെ കാരണം അദാനി ഗ്രൂപ്പിനെ നേരിട്ട് പ്രതിരോധത്തിലാക്കാനുള്ള ഒരു കരുനീക്കമാണ്. ആരവല്ലി കുന്നുകൾ ഇടിച്ചു നിരത്തുന്ന ഹരിയാനയിലും രാജസ്ഥാനിലെയും BJP സർക്കാരുകൾക്കെതിരെ അർണബ് ഇപ്പോൾ നടത്തുന്ന പോരാട്ടം ശ്രദ്ധേയമാണ്. എന്നാൽ ഇതിന്റെ പിന്നാമ്പുറം പരിശോധിച്ചാൽ ഒരു കാര്യം വ്യക്തമാകും. ഈ കുന്നുകളിൽ ഖനനത്തിന് അനുമതി ലഭിച്ചിരിക്കുന്നത് അദാനി ഗ്രൂപ്പിനാണ്. താൻ പരിസ്ഥിതിവാദിയാണെന്നും കോർപ്പറേറ്റുകൾക്കെതിരാണെന്നും വരുത്തി തീർക്കുന്നതിനൊപ്പം തന്റെ മുഖ്യ ബിസിനസ് എതിരാളിയായ NDTVയുടെ ഉടമകളെ പരോക്ഷമായി ആക്രമിക്കുക എന്ന ഇരട്ടതന്ത്രമാണ് അർണബ് ഇവിടെ പയറ്റുന്നത്. മൂന്നാമതായി BJPക്കുള്ളിലെ മാധ്യമ പ്രവർത്തകർക്കിടയിലുള്ള ഈഗോ യുദ്ധമാണ്. സുധീർ ചൗധരിയെ പോലെയുള്ള വിവാദ മാധ്യമ പ്രവർത്തകർക്ക് BJP കേന്ദ്രങ്ങളിൽ ലഭിക്കുന്ന അമിത പ്രാധാന്യം അർണബിനെ വല്ലാതെ ചൊടിപ്പിച്ചിട്ടുണ്ട്. സർക്കാർ 15 കോടി രൂപ ശമ്പളം നൽകുന്ന ആങ്കർമാർ ചോദിക്കാത്ത ചോദ്യങ്ങൾ താൻ ചോദിക്കുമെന്ന് അർണബ് പരസ്യമായി വെല്ലുവിളിക്കുമ്പോൾ അത് സുധീർ ചൗധരിക്കും BJPയിലെ അദ്ദേഹത്തിന്റെ സ്പോൺസർമാർക്കും നേരെ തൊടുത്തുവിട്ട അമ്പാണ്. 2014 മുതൽ മോദി സർക്കാരിന്റെ ഓരോ നയത്തെയും, അത് നോട്ട് നിരോധനമായാലും CAA ആയാലും, വീരോടെ ന്യായീകരിച്ച് തനിക്ക് ലഭിക്കേണ്ട പരിഗണന മറ്റുള്ളവർക്ക് പോകുന്നു എന്ന തിരിച്ചറിവാണ് അർണബിനെ വിമർശകനാക്കി മാറ്റിയിരിക്കുന്നത്. നാലാമത്തെ അജണ്ട BJPക്കുള്ളിലെ ഒരു ശക്തമായ വിഭാഗം അർണബിനെ പൂർണ്ണമായും അവഗണിക്കാൻ തുടങ്ങി എന്നതാണ്. മുൻപ് വിദേശ നേതാക്കൾ ഇന്ത്യയിലെത്തുമ്പോൾ ആദ്യ അഭിമുഖം റിപ്പബ്ലിക് ടിവിക്കായിരുന്നു നൽകിയിരുന്നത്. ബെഞ്ചമിൻ നെതന്യാഹു വന്നപ്പോൾ അത് കണ്ടതാണ്. എന്നാൽ റഷ്യൻ പ്രസിഡന്റ് പുടിൻ വന്നപ്പോൾ കേന്ദ്ര സർക്കാർ അർണബിനെ 7 അയലത്ത് അടുപ്പിച്ചില്ല. ഈ അവഗണനയും ഒപ്പം സർക്കാരിൽ നിന്നുള്ള പരസ്യ വരുമാനത്തിലുണ്ടായ വലിയ ഇടിവും അർണബിനെ കേന്ദ്രത്തിനെതിരെ തിരിയാൻ പ്രേരിപ്പിച്ച ഘടകങ്ങളായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. എന്നാൽ ഈ വിമർശനങ്ങൾക്കിടയിലും അർണബ് ഒരു സുരക്ഷിത പഴുത് കാത്തു സൂക്ഷിക്കുന്നുണ്ട്. BJP സർക്കാരുകളെയും അവിടുത്തെ ഭരണ പരാജയങ്ങളെയും അദ്ദേഹം കടന്നാക്രമിക്കുമ്പോഴും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയോ അമിത്ഷായെയോ അദ്ദേഹം നേരിട്ട് വിമർശിക്കുന്നില്ല. മധ്യപ്രദേശിലെ BJP MLA ഗോലു ശുക്ലയുടെ മകന്റെ വിവാഹത്തിന് 10 മിനിറ്റ് കൊണ്ട് 70 ലക്ഷം രൂപയുടെ വെടിക്കെട്ട് നടത്തിയതിനെ അശ്ലീല സമ്പന്നത എന്ന് വിളിച്ച് പരിഹസിക്കുമ്പോഴും മോദിജി ഇതിൽ ഇടപെടണം എന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. അതായത് ഭരണകൂടത്തിലെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടുമ്പോഴും പരമാധികാരികൾക്ക് മുന്നിൽ വിനീതനാകാൻ അദ്ദേഹം മറക്കുന്നില്ല. അർണബിന്റെ ഈ മലക്കം മറിച്ചിലിനെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ അതീവ സംശയത്തോടെയാണ് നോക്കിക്കാണുന്നത്. കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ സോഷ്യൽ മീഡിയയിൽ കുറിച്ചതുപോലെ അർണബിനെ ഇപ്പോൾ ദേശദ്രോഹി എന്ന് വിളിക്കണോ അതോ വീരപുത്രൻ എന്ന് വിളിക്കണോ എന്നറിയാതെ BJP സൈബർ പോരാളികൾ കൺഫ്യൂഷനിലാണ്. താൻ തന്നെ കെട്ടിപ്പൊക്കിയ മാസ്റ്റർ സ്ട്രോക്ക് മിത്തുകൾ അർണബ് തന്നെ തകർക്കുന്നത് കപ്പലണ്ടി കുറിച്ചുകൊണ്ട് കണ്ടിരിക്കാമെന്നാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട്. ചുരുക്കത്തിൽ ഇൻഡിഗോ വിമാന പ്രതിസന്ധി മുതൽ മധ്യപ്രദേശിലെ ആരോഗ്യ മേഖലയിലെ പരാജയം വരെ അർണബ് ഇപ്പോൾ ചർച്ചയാക്കുന്നത് ജനങ്ങളോടുള്ള സ്നേഹം കൊണ്ടല്ല, മറിച്ച് അദാനിയുടെ മാധ്യമ അധിനിവേശത്തിൽ നിന്ന് തന്റെ റിപ്പബ്ലിക് സാമ്രാജ്യം തകരാതെ കാത്തു സൂക്ഷിക്കാനുള്ള ഒരു വാണിജ്യ തന്ത്രം മാത്രമാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അർണബ് ഗോസ്വാമിയുടെ ഈ കൂടുമാറ്റം ജനാധിപത്യത്തിന് ഗുണകരമാകുമോ അതോ അടുത്ത ഒരു യു ടേണിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണോ എന്ന് വരും ദിവസങ്ങളിൽ കണ്ടു തന്നെ അറിയണം.